ഈ മഹബത്തിന്റെ മാനദണ്ഡം എന്താണ്? അതാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്. തഖല്ലുക്ക് ഉണ്ടാവാൻ കസറത്തു സ്വലാത്ത് ഉണ്ടാവണം. ധാരാളം സ്വലാത്ത് ചെല്ലുമ്പോൾ അയാൾക്ക് തോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കണം, ഫോളോ ചെയ്യണം എന്ന് തോന്നും. ഏതിലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? എല്ലാത്തിലും ഫോളോ ചെയ്യണം. വെറും ഒരു സുന്നത്ത് നിസ്കാരം മാത്രം നിർവഹിച്ചാൽ തഖല്ലുക്കാവോ? ഫോളോ അപ്പ് ആവോ? ഇല്ല. ഫീ ഹാലിഹി വഫആലിഹി വമഖാലിഹി ഫതതബ്ബഅൻ വതാബിഅൻ ലാ തഅവില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് നടന്നത്, എങ്ങനെയാണ് ഭാര്യമാരോട് പെരുമാറിയത്, എങ്ങനെയാണ് കിടന്നത്, എങ്ങനെയാണ് ഇരുന്നത്, എങ്ങനെയാണ് അവിടുന്ന് പള്ളിയിൽ പെരുമാറിയത്, വീട്ടിൽ പെരുമാറിയത്, കൂട്ടുകാരോടെങ്ങനെ, നാട്ടുകാരോടെങ്ങനെ, കുട്ടികളോടെങ്ങനെ, ഇങ്ങനെ എല്ലാവരോടും തങ്ങൾ എങ്ങനെയാണ് പെരുമാറിയത്, മുആമലത്ത് എങ്ങനെയാണ്, അത് നമ്മൾ പഠിക്കുക. അവിടുന്ന് എങ്ങനെയാണ് ഓരോ സാധനവും ഉപയോഗിച്ചത്, അതും നമ്മൾ പഠിക്കുക. അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ജീവിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അതാണ് മഹാന്മാർ പറഞ്ഞത്, നിന്റെ കഴിവിന്റെ പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 സ്വഭാവങ്ങൾ ഞാൻ ഇവിടെ പറയാം. 10 സ്വഭാവങ്ങൾ ഇവിടെ പറയാൻ പോകും. ആ 10 എണ്ണത്തിലും നമ്മുടെ ജീവിതം ഇങ്ങനെ നമ്മളെ കുറിച്ച് ആലോചിക്കണം. ഈ 10 കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയുമ്പോൾ നമ്മളെങ്ങനെയാണ് ഈ വിഷയത്തിൽ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം തർക്കുൽ ഫുളൂൽ എന്നുള്ളതാണ്. ഒരൊറ്റ അനാവശ്യ കാര്യങ്ങൾ തങ്ങൾ ചെയ്യൂല. അതാണ് തങ്ങളുടെ ഒന്നാമത്തെ സ്വഭാവം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅ്നീഹി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ഒരാൾ ഇസ്ലാമിലെ നല്ല മനുഷ്യൻ എന്ന് പറയാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവിടത്തേക്ക് പോവുക, നടക്കുക, അവിടെ ഇരിക്കണോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. എല്ലാ ഗൾഫിൽ നിന്ന് വരുമ്പോഴും നട്സ് കൊണ്ടുവരുത്തി യാതൊരു നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവരിക, ഇല്ലെങ്കിൽ വേണ്ട. ഉഖ്റവിയോ ദുനിയവിയോ ബെനിഫിറ്റ് ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. ആവശ്യമുള്ളത് മാത്രം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പഠിക്കുക. ഈ അടുത്തൊരു ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെട്ടു. ഒരു പരിപാടിക്ക് പോകുമ്പോൾ ട്രെയിൻ ഇറങ്ങി പരിപാടിയുടെ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകാനാണ് മൂപ്പര് വന്നേക്കുന്നത്. അദ്ദേഹം കുറഞ്ഞ കൊല്ലം ഗൾഫിൽ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹം ഗൾഫ് നിർത്തി. എന്നെക്കാൾ എത്രയോ പ്രായം കുറവാ. ഗൾഫ് നിർത്തിയത് ഞാൻ ചോദിച്ചത്, സാറേ ഒരു വീടും സ്ഥലമൊക്കെ ആവാൻ വേണ്ടിയാണ് ഞാൻ പോയത്. അതായിട്ടുണ്ട്. എത്ര കൊല്ലങ്ങൾ ഗൾഫിൽ നിന്നത് വളരെ കുറഞ്ഞ കൊല്ലം. എത്ര കൊല്ലം ഏകദേശം നിന്നിട്ടുണ്ടാവും? ഒരു 5 കൊല്ലം. 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ വീടും സ്ഥലമൊക്കെ ആയി. അങ്ങനെ ഒരു 400 ദിർഹംസിൽ യുഎഇക്കാരനാണ്. താഴെ മാത്രമേ ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ പർച്ചേസ് ചെയ്യുള്ളൂ. 400 ദിർഹംസിൽ കുറവ്. അത്ര ആവശ്യമുള്ള വെറുതെ ഇങ്ങനെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, അത് വെറുതെ തോന്നണം. ഇനി ഞാൻ എന്റെ ജ്യേഷ്ഠം വന്നിട്ടുണ്ടാവും, അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടാവും. പിന്നെ ഞാൻ വെറുതെ കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വളരെ വേഗത്തിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല. ബെഡ്റൂമിൽ ഉറങ്ങലാം. അവിടെ തന്നെ ഉറങ്ങിയാൽ മതിയല്ലോ. ഏതെങ്കിലും അഹമ്മദാബാദോ മുംബൈയോ ചെന്നൈയോ ടച്ച് ഫ്ലൈറ്റ് ഒക്കെ ആകുമ്പോൾ ഒരു 10,000 12,000 ഒക്കെ നേരെ കുറവുണ്ടാവും. അങ്ങനെ ടച്ച് ഫ്ലൈറ്റ് ആണ് നമുക്ക് ഓർമ്മ വരിക. 5 പൈസ ഞാൻ ജീവിതത്തിൽ അനാവശ്യത്തിന് ചെലവഴിച്ചിട്ടില്ല ഉസ്താദേ. ഈ വർത്താനം എൻ്റെ ഈ യാത്രക്കിടയിൽ ഇയാൾ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ച്, എത്ര നമ്മളൊക്കെ ജീവിതത്തിൽ ഷേപ്പ് ചെയ്യാനുണ്ട് ഈ വർത്താനം. എന്തുമാത്രം ഒരു നല്ല ഉപദേശമുള്ള വർത്താനം കണ്ടോ. എന്താ വർത്താനം, അത് ഭയങ്കര ഇഷ്ടമായി. ആവശ്യമുള്ളത് മാത്രം നമ്മൾ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പേരുണ്ട്. ഒരു പേരല്ല, ആയിരക്കണക്കിന് പേരുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? തങ്ങളുടെ ഒരു പേരാണ് ദിക്റുല്ലാഹ്. അത് അവിടുത്തെ പേരാ. അത് സൂചിപ്പിച്ചിട്ട് ആ ഖുർആനിൽ ഉണ്ടല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്റുല്ലാഹി റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്താൽ തത്മഇന്നുൽ ഖുലൂബ്, അയാളുടെ ഖൽബിന് വലിയ സമാധാനം ഉണ്ടാവും. എപ്പോഴും മൗലിദ ഇല്ലെന്ന സ്വലാത്ത് ഇല്ലെന്ന വീട്ടിൽ വലിയ ബർക്കത്തായിരിക്കും. ആ വീട്ടുകാർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഇന്ന ബൈതൻ ഇന്ന ഖൽബൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുദി. യാശയം ഖാലി റഹ്മത്തുള്ളാഹിയുടെ അശ്ശിഫ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ കാണാം. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദിക്റുല്ലാഹ് എന്ന പേര് വന്നത്? അതിന്റെ കാരണം എന്താണ് അതിന്റെ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിക്ർ ഇല്ലാത്ത ഒരു സമയം ഉണ്ടായിട്ടില്ല അവിടുത്തെ ജീവിതത്തിൽ. അതാണ് അതിന്റെ കാരണം. തങ്ങൾക്ക് പേരെന്നെ ദിക്റുല്ലാഹ്. അല്ലാഹുവിനെ ഓർമ്മിക്കാത്ത ഒരു നിമിഷവും, ദിക്ർ ചൊല്ലാത്ത ഒരു നിമിഷവും അവിടുത്തെ ലൈഫിൽ ഇല്ലേ ഇല്ല. ഉറങ്ങിയാലും കണ്ണ് മാത്രമേ ഉറങ്ങുള്ളൂ. ലാ തുൻകിരിൽ വഹ്യ മിൻ റുഅ്യാഹു ഇന്ന ലഹു ഖൽബൻ ഉറങ്ങൂല. ഇദാ നാമത്തിൽ ഐനാനി, കണ്ണുറങ്ങിയാലും ഖൽബ് ഉറങ്ങൂല. അല്ലാഹുവായിട്ടുള്ള ബന്ധം ഒരൊറ്റ സെക്കൻഡും ജീവിതത്തിൽ വെറുതെ കളഞ്ഞിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഓവർ സംസാരിക്കുന്ന ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുക്കുന്നത്. അങ്ങനെ തന്നെ ഹദീസിൽ കാണാം. ഒന്നും ആവശ്യമില്ലാതെ സംസാരിക്കരുത്, ആവശ്യമില്ലാത്തടത്തേക്ക് നോക്കരുത്, ഹറാമ് കാണരുത് എന്നല്ല പറയുന്നത്. ഹലാല് തന്നെ ആവശ്യമില്ലെങ്കിൽ നോക്കണ്ടത് എന്തിന്? അതുകൊണ്ടല്ലേ വലിയ വീടുകൾ കൂടുതൽ നോക്കിയാൽ നമ്മുടെ സ്വന്തം വീട്ടിൽ ഖനാഅത്ത് ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ സ്വന്തം വീടിനോട് ഒരു സംതൃപ്തി ഉണ്ടാവില്ല. നമ്മുടെ വീട് എപ്പോഴും സൗകര്യക്കുറവായിരിക്കും. വലിയ വീടുകൾ അധികം നോക്കരുത് എന്ന് സൂഫിയാക്കൾ എഴുതി വെക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി ദിക്കയിൽ പറഞ്ഞത്, ആവശ്യമില്ലാത്ത കാര്യം ചെയ്താൽ ആവശ്യമുള്ള കാര്യം ചെയ്യാൻ നിന്റെ തൗഫീഖ് അങ്ങ് നഷ്ടപ്പെട്ടു. ഉദാഹരണത്തിന് ആവശ്യമില്ലാതെ സംസാരിക്കുന്ന ഒരാളാണ്, ടോക്കറ്റീവാണ് അയാൾ, എങ്കിൽ ആവശ്യമുള്ളത് സംസാരിക്കാനുള്ള തൗഫീഖ് അയാൾക്ക് ഉണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞാൽ കിബാത്ത് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. എങ്ങനെ ഖുർആൻ ഓതാൻ കഴിയുന്നില്ല ഉസ്താദ്, ഉറക്കം വരുന്നു. ഹദ്ദാദ് ഉറക്കം വരുന്നു. നിസ്കാരപ്പായിൽ ഇരുന്നാൽ ഉറക്കം വരുന്നു. എന്തുകൊണ്ടാണ് ഇത്? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എന്തെങ്കിലും ആവശ്യമില്ലാത്തത് സംസാരിച്ചിട്ടുണ്ടാവും. അതാണ് ഇതിന്റെ കാരണം. ചിലപ്പോൾ മരണസമയത്ത് ദിക്ർ ചൊല്ലാനുള്ള ചാൻസ് ആയിരിക്കും നഷ്ടപ്പെടുക. കേട്ടോ, ആവശ്യമില്ലാത്തൊന്നും ഉണ്ട്. നല്ല മഴ അല്ലേ? ഇന്നലെ ഇതേ സമയത്ത് മഴയൊന്നും ഉണ്ടായിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ ഉപകാരം ഉണ്ടായത്? കേട്ടാൾക്ക് എന്ത് ഉപകാരം, നമുക്ക് എന്ത് ഉപകാരം? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, എത്ര വയസ്സായി? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, എനിക്ക് എത്ര വയസ്സായി? നിങ്ങൾക്ക് എന്താ കാര്യം?
ആവശ്യമില്ലാത്ത എന്ത് കാര്യം നമ്മൾ ചെയ്തോ ആ കാര്യം ഏത് അവയവം കൊണ്ടാണോ ചെയ്യുന്നത് ആ അവയവത്തിന് നല്ല കാര്യം ചെയ്യാനുള്ള തൗഫീക്ക് ഇങ്ങനെ കുറഞ്ഞു വരും. ആവശ്യമില്ലാത്ത എന്തോ ഒന്ന് കേട്ടു, ആവശ്യമുള്ള വയൽ കേൾക്കാനുള്ള ഉപകാരമുള്ള വയൽ, അല്ലെങ്കിൽ കേട്ട വയൽ തന്നെ ഉപകരിക്കണം. അതാണല്ലോ ലൈസൽ ഇൽമു മാ ഹഫിള, കുറെ മനപ്പാടാക്കലല്ലോ ഇൽമു, വഇന്നൽ ഇൽമു മാ നഫഅ, ഉപകാരം ഉണ്ടാകേണ്ട വയൽ. അത് ഉപകരിക്കണമെങ്കിൽ ഈ ചെവി കൊണ്ട് മ്യൂസിക് കേൾക്കരുത്, ഗീബത്ത് കേൾക്കരുത്. പണ്ടൊക്കെ ഉസ്താദേ വയലൊക്കെ കേൾക്കുമ്പോൾ ഒരു കരച്ചിലൊക്കെ വരും. ഇപ്പൊ ഒരു നല്ല വയലൊന്നുമില്ലല്ലേ. വയലിന്റെ പ്രശ്നം അല്ലാതെ ഇരിക്കും, നമ്മുടെ പ്രശ്നമാണ്. അതാണ് എന്റെ കാരണം. Calling all migrant workers in the Emirates. Unlock new income opportunities with Olim Trade. മഹാനായ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, മാ ദവാഉ മൻ യതസാക്കലു അനിൽ ഖൈറാത്ത് വയമീലു ഇല ശഹവാത്ത് മാ ഹുബ്ബിഹി ലിൽ ഖൈരി വാഹിലി വബുഅദിഹി ലിശ്ശരി വാഹിലി എന്ന് പറഞ്ഞാൽ അൽക്കോഫ് ഓതുമ്പോൾ ഉറക്കം വരുന്നു, വാട്സ്ആപ്പ് നോക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. എന്താ കാരണം? അതിന്റെ ചോദ്യത്തിന്റെ താല്പര്യം, ചോദ്യത്തിന്റെ വൽഹാസിൽ അതാ. എന്താ അതിന് മറുപടി പറയുന്നത്? ആവശ്യമില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അതാണ് ആവശ്യമില്ലാത്ത ഒന്നും കേൾക്കരുത്. ഒരാൾ മരണപ്പെടുന്ന സമയത്ത് മലക്കൾ ഇങ്ങനെ ഓരോ അവയവങ്ങളും സ്കാൻ ചെയ്യും. അത്ര ഏതെങ്കിലും ഒരു അവയവം കൊണ്ട് ഹറാമുകൾ ഉള്ള അവയവാണോ അല്ലയോ ഇങ്ങനെ സ്കാൻ ചെയ്യും. അല്ലോ നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ റഹ്മാനെ. എന്നിട്ട് നല്ല ആൾക്ക് മരിക്കണ്ടേ കൂട്ടുകാരെ? ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കുക. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മൾ ഉണ്ടാവണമെന്നൊന്നുമില്ല. പഴയ SLC ബാച്ച് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പ്, എന്തിനാണ് നമ്മൾ ഈ വേണ്ടാത്ത ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവുന്നത്? ആവശ്യമില്ലാത്തത് കണ്ടാൽ ആവശ്യമുള്ളത് കാണാനുള്ള തൗഫീക്ക്. ഭാര്യ ഒരു രസം ഉണ്ടാവില്ല. അന്യ പെണ്ണിനെ കണ്ട് രസിക്കുന്നവർക്ക് സ്വന്തം ഭാര്യ സുന്ദരിയായിട്ട് ഒരിക്കലും തോന്നില്ല. അങ്ങനെയാ അതിന്റെ പ്രശ്നം. ആവശ്യമില്ലാത്തത് ചിന്തിച്ചാൽ ആവശ്യമുള്ളത് ആലോചിക്കാനുള്ള ശേഷി നമുക്ക് കുറയും. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഞാൻ ഒരു അന്യ പെണ്ണിനെ ഇതുവരെ കണ്ടിട്ടില്ല, നോക്കിയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല, സ്വപ്നത്തിൽ പോലും വന്നിട്ടില്ല. വെറുതെ ഇത്ര ബുദ്ധി, വെറുതെ. മഗ്തബത്തു അഹദൻ മുൻദു അലിംതു അന്നൽ ഗീബത ഹറാം. ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു ഏതായാലും എന്നെ ചോദ്യം ചെയ്യേണ്ടി വരില്ല ആഖിറത്തിൽ. കാരണം ഞാൻ ഒരാളെയും പറഞ്ഞിട്ടില്ല. ആരാ പറഞ്ഞത്? ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ആ നാമം കൊണ്ട് എടുത്ത ക്ലാസുകൾ, ആ കൈ കൊണ്ട് എഴുതിയ ഹദീസുകൾ എത്രയാ ലോകത്തിന് ഉപകാരപ്പെട്ടത്. ബുഖാരി ഇമാമിനോട് കടപ്പാടില്ലാത്ത ആരെങ്കിലും ലോകത്തുണ്ടാവോ? പണ്ഡിത ലോകത്ത് ഇത്ര തൗഫീഖ് കിട്ടുന്നത് എങ്ങനെ? ആവശ്യമില്ലാത്തതിൽ നിന്നൊക്കെ അവർ മാറി നിന്നു. ഇപ്പം പ്രായം കൂടുമ്പോൾ തന്നെ മൂത്ത മക്കളൊക്കെ കൊടുത്തേക്കുക നല്ല നല്ല ഫോണുകൾ. ദലായിൽ ഖൈറാത്തും വിർദുൽ ലത്തീഫും പിടിച്ച കരങ്ങൾ, ഉപ്പാപ്പയുടെ ഉമ്മാമയുടെ കരങ്ങളിൽ രാവിലെ തന്നെ പീഡനത്തിന്റെയും അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ഒക്കെ വാർത്തകളുള്ള വീഡിയോ വരുന്ന വാട്സപ്പിന്റെ വർത്തമാനങ്ങളാണ് രാവിലെ തന്നെ വെറും ചായും ഈ ക്ലിപ്പും. നാളെ മറ്റന്നാൾ ഖബറിലേക്ക് പോകേണ്ട നമ്മളാണോ ഇതൊക്കെ കാണുന്നത്? മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ആവശ്യമില്ലാത്തതൊക്കെ മാറിയേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ കരിഹ ലക്കും, നിങ്ങളിൽ നിന്നുണ്ടാവുന്ന 3 കാര്യങ്ങൾ അല്ലാഹുവിന് കടുത്ത വെറുപ്പാണ്. അല്ലാഹുവിന് വെറുപ്പുള്ള ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ട് ആ അല്ലാഹുവിന്റെ അടുത്തേക്ക് എങ്ങനെ നമ്മൾ ധൈര്യത്തിൽ പോവുക? ഏതാണ് ഈ 3 കാര്യങ്ങൾ? ഒന്ന് കസറത്തു സുആൽ, ആവശ്യമില്ലാത്ത കുറെ ചോദ്യങ്ങൾ. കല്യാണം കഴിച്ചിട്ട് എത്രയായി? 10 അല്ലേ? കുട്ടിയില്ല, തീരെ ഒരു കുട്ടിയാ, ഒറ്റ കുട്ടിയായില്ലോ, എന്തൊക്കെ അസുഖമുണ്ടോ? എന്താ നമുക്ക് ഇതിനെ കൊണ്ടൊക്കെ കാര്യം? ആ കേൾക്കുന്ന മുഅ്മിന് എത്ര വേദന ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളതിന് മാത്രം ഇടപെടുക. ഒരു ഉസ്താദ് ഇവിടെ വയലിന് വന്നു വിചാരിക്കാം, അവിടെ ഇരിക്കുന്നു സങ്കല്പിക്കുക. ഇന്നെന്താ വയൽ പറയേണ്ടതെന്നുള്ള കോണ്ടന്റ് ആലോചിക്കായിരിക്കും ചെയ്യുന്നത് മൂപ്പര്. അപ്പൊ അടുത്ത് വെച്ചു നേരത്തെ തിരിച്ചപ്പോഴും എന്താ ഇതിനെ കൊണ്ട് കാര്യം? ഇനി കുറച്ച് ദൂരത്തുനിന്ന് വന്ന വയൽ പറയാൻ വന്ന ഉസ്താദാന്ന് വിചാരിക്കാം, തെക്ക് ഭാഗത്ത് നിന്നാൽ. ആ ഉസ്താദ് ഒരു റൂം വേണം, ഒരു 1/4 മണിക്കൂർ ഒന്ന് കിടക്കണം, ചെറിയൊരു ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞിട്ട് റൂമൊക്കെ പോയാൽ നമ്മളെ നാട്ടുകാർ വിടും. ഉസ്താദ് റെസ്റ്റിലാണോ? അതിന്റെ അർത്ഥം റെസ്റ്റ് എടുക്കാൻ വിടൂലെന്നോ? സെൽബിന്റെ മേനക്കുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ? എന്താ ഇതിനെ കൊണ്ട് കാര്യം? എന്താ കാര്യം? അപ്പൊ നമ്മുടെ നാവിൽ നിന്ന് ഒരു അക്ഷരം പുറത്തേക്ക് വരുമ്പോൾ ആവശ്യമുള്ളത് മാത്രമായിരിക്കും. ഞാനിപ്പോ ഇവിടെ നാളെ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം, ഉദാഹരണമാണ് പറയുന്നത്. നിങ്ങൾ എന്നെ കണ്ടു, ഇന്നലെ പോയില്ലേ? പോയിട്ടുണ്ട്, തിരിച്ചു വന്നതാണ്. അതെ, എന്റെ ചെറിയൊരു ആവശ്യമുണ്ട്. പിന്നെ നിങ്ങളൊന്നും ഉണ്ടാൻ പാടില്ല. ചെറിയൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ആവശ്യം, അല്ല ഒന്നും ഇല്ലാണ്ട് വരില്ല. എന്താ ഇതിനെ കൊണ്ട് കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? നമുക്ക് ആവശ്യമുള്ള വിഷയത്തിൽ മാത്രം ഇടപെടുക. ഗീബത്തും നമീമത്തും പറയരുത് എന്ന് മാത്രമല്ല മതം പറയണത്. എന്താ ഈ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ എന്ന് പറയുന്നതിന്റെ തർക്കുഹു മാ ലാ യഅനി അർത്ഥം? എന്താ അർത്ഥം? അതാണ് ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. തബഖാത്തു ശാഫിഇയ്യത്തിൽ കുബറയിൽ കാണാം, ഞാൻ ഏത് കാര്യം എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലാഹ്ക്ക് വേണ്ടിയിട്ടല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഒരു സ്റ്റെപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, എന്റെ കാൽ സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നോടെങ്ങാനും എന്റെ ആയുഷ്കാലത്തെ ഓരോ വർത്തമാനങ്ങളെ കുറിച്ചും കർമ്മങ്ങളെ കുറിച്ചും മോനെ ഇബ്നു ദഖീഖ ഇത് എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ ഇല്ല അഅദത്തു ഇൻദല്ലാഹി തആല ജവാബൻ, എനിക്ക് ഉത്തരവുണ്ട് അല്ലാഹുവിനോട് പറയാൻ. വെറുതെ ഇങ്ങനെ നടക്കലും പിടിക്കലൊന്നുമില്ല. അപ്പൊ നമ്മൾ കിച്ചണിലേക്ക് പോകണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ പോവാം. കിൻഡർ ജോയ് എന്ന് പറയുന്ന മിഠായി എപ്പോഴും കുട്ടികളുടെ കൈ എത്തുന്നിടത്ത് സൂപ്പർ മാർക്കറ്റിൽ വെക്കുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ വാങ്ങണ്ട. എത്ര മിഠായും ചോക്ലേറ്റും സ്വീറ്റ്സും നമ്മൾ വാങ്ങിയാൽ തന്നെയും ബില്ലടിക്കുന്നിടത്ത് എപ്പോഴും കുറച്ച് മിഠായി അവിടെ വെച്ചിട്ടുണ്ടാവും. അത് അവരുടെ മാർക്കറ്റിംഗ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങാം, ഇല്ലെങ്കിൽ വാങ്ങണ്ട. അപ്പൊ പ്രവാസികൾ ടിഷ്യൂ വലിക്കുന്ന പോലെ തുരുതുരാ ടിഷ്യൂന്റെ ബോക്സ് ഒന്ന് വലിച്ചോണ്ടിരിക്കരുത്. 2 വലിച്ച ആവശ്യം കഴിയും. അപ്പൊ കറിയുടെ കറയൊക്കെ തോർത്ത് 3ാമത്തെ വലിക്കുമ്പോൾ വാനൂർ മൂസുസ്താന്റെ ആണ്ടിലെ പ്രഭാഷണം ഓർമ്മിക്കുക വേണ്ടല്ലേ? അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ശീലിച്ച് നോക്കി ബോക്സിൽ എത്ര ടിഷ്യൂ ഇനിയും ബാക്കിയുണ്ടാവും. ഞാനിത് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ഒരു സ്ഥലത്ത് നിന്ന്, അപ്പൊ എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ചെറിയ പീസ് അത് ഒരു ടിഷ്യൂ എടുത്തിട്ട് പകുതി കീറിയിട്ട് പകുതി അടഞ്ഞു വെച്ചിട്ട് കൈ തോർത്തിട്ട് വെക്കാറുണ്ട്. ഞാൻ തോറ്റുപോയി.
രണ്ടെണ്ണെങ്കിലും എടുത്ത് നിർത്തണം എന്ന് പറഞ്ഞെടുത്തുന്ന ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോഴേ നമ്മൾ തോറ്റുപോകണം. എന്തിന്? ആരെ മുമ്പിൽ ഈ ആഠ്യത്തൊക്കെ കാണിക്കുന്നത്? ആരെ മുമ്പിൽ? ആവശ്യമുള്ളത് മാത്രം ചെയ്യാം. നമ്മളെ നാട്ടുകാർ എന്തെങ്കിലും പറയട്ടെ, ചിന്തിക്കട്ടെ. അങ്ങനെ എല്ലാ ആൾക്കാരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ഒരു കാര്യം ചെയ്യൽ നടക്കൂല എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ. അപ്പൊ കസറത്തു സുആൽ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ആരോടും. രണ്ടാമത്തത്, അള്ളാഹുവിന് വളരെ വെറുപ്പുള്ളതായി ഹദീസിൽ കാണാം, ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയില്ല, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയില്ല. ഉറപ്പില്ലാത്ത ഒരു കാര്യം നമ്മൾ പറയരുത്. കിതാബിൽ കണ്ടത് മാത്രം, കേട്ടതൊന്നും പറയരുത്. അത് അത്രയും ഒതന്റിക് ആയ ആളെടുത്ത് കേട്ടാൽ മാത്രം പറയാം, വേറൊന്നും നമ്മൾ പറയാൻ പാടില്ല. കഫാബിൽ മർഇ കദിബൻ, കളവ് പറയുന്നവൻ ആരാണെന്ന് അറിയോ? ശരിക്കും അയ്യുഹദ്ദിസു ബികുല്ലി മാ സമിഅ, കേട്ടത് മൊത്തം പറയലെന്നെ. നിനക്കറിയോ അത്? ഇല്ല. സൂറത്തുൽ ഫാത്തിഹയുടെ 38 നേട്ടങ്ങൾ, അതിൽ 37 ശരിയാന്ന് വിചാരിച്ചോ, ഒന്ന് കളവായാൽ അത് മതി ആഖിറത്തിൽ കുടുങ്ങാൻ. ഉറപ്പില്ലാത്ത ഒന്നും നമ്മൾ പറയുന്നു. പ്രത്യേകിച്ച് മതത്തിന്റെ മസലകൾ, ഹദീസുകൾ, ഖുർആനിന്റെ ആശയങ്ങൾ, നമുക്കറിയാത്തതൊന്നും പറയാൻ പാടില്ല. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ, നിനക്ക് വിവരമില്ലാത്തൊന്നും പറയുന്നത്. ചില ആൾക്കാർ പാട്ടുപാടിയിട്ടോ വേറെ ഏതെങ്കിലും ആശയങ്ങളിലൂടെയോ സമൂഹത്തിന്റെ കുറച്ച് വ്യൂവേഴ്സും സബ്സ്ക്രിപ്ഷൻ ഒക്കെ കിട്ടിയതിന് ശേഷം മെല്ലെ മതം പറഞ്ഞു തുടങ്ങുന്നത് കാണാം. പഠിച്ചിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. മതം പഠിച്ചവർ മാത്രം മതം പറയുക, വേറെ ആരും പറയുന്നില്ല. കാരണം ഞാനിപ്പം ഇവിടെ ഇരിക്കുന്ന ഈ സുഹൃത്തിന്റെ പേരിൽ കളവ് പറയുക എന്ന് പറയുന്നത് ഹറാമാണ്, ഹറാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയാന്ന് പറയുന്നത് ഹറാം മാത്രമല്ല, അത് വൻദോഷമാണ്.